ഫ്ലേവനോട്സിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് ഫ്ലേവനോട്സിന്റെ പല കാര്യങ്ങളും പല റിംഗ് അറ്റാച്ച്മെന്റും പറയും. ആ സമയം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകാതിരിക്കാൻ വേണ്ടി ഒരു ബേസിക് ആയിട്ട് ഒരു ക്ലാസ് തരുന്ന ഒരു പോർഷനാണ് ഈ ഫസ്റ്റ് പോർഷൻ. സോ ആരും സ്കിപ്പ് ചെയ്യരുത്. സോ ഫ്ലേവനോയിഡ്സ് എന്ന് പറയുന്നത് ബേസിക് സ്ട്രക്ചർ ഒരു സ്കെലിറ്റൽ ഡൈഫിനൈൽ പ്രൊപ്പൈൻ ആണ്. പ്രൊപ്പൈൻ ആണ് എന്നുള്ളത് മനസ്സിൽ വെക്കുക. ദാറ്റ് മീൻസ് എന്താണ് ഡൈഫിനൈൽ പ്രൊപ്പൈൻ എന്ന് പറയാം. അതായത് ഒരു ബെൻസീൻ റിംഗ് ഉണ്ടായിരിക്കും, പിന്നെ അതിൻ്റെ കൂടെ ഒരു ബെൻസീൻ റിംഗ് തന്നെ ഓയിൻ്റെ അറ്റാച്ച്മെന്റ് ഉണ്ടാവും. ഇവിടെ നിന്ന് ഒരു ബ്രിഡ്ജ് ഉണ്ടായിരിക്കും, അതിനുശേഷം വീണ്ടും ഒരു ബെൻസീൻ റിംഗ് ഉണ്ടായിരിക്കും. സോ ഇത് എ, ഇത് ബി, ഇത് സി. ഇങ്ങനെയാണ് നമ്മൾ ഈ ബെൻസീൻ റിങ്ങിനെ നമ്മൾ നെയിം ചെയ്യുന്നത്. അതായത് ഈ ഡൈഫിനൈൽ പ്രൊപ്പൈൻ എന്ന് പറയുന്ന സ്കെലിട്ടൺ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. രണ്ട് ബെൻസീൻ റിംഗ്, എയും ബിയും ബെൻസീൻ റിംഗ് ആണ്. ആൻഡ് ലിങ്ക്ഡ് ബൈ എ 3 കാർബൺ ചെയിൻ, 3 കാർബൺ ചെയിൻ ലിങ്ക് ചെയ്യുന്ന അടുത്തൊരു ക്ലോസ്ഡ് പൈറാൻ റിംഗ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ഹെട്രോസൈക്ലിക് റിംഗ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. കണ്ടെയ്നിങ് ഓക്സൻ ഉണ്ടായിരിക്കും വിത്ത് ബെൻസീൻ റിംഗ്. സോ ബെൻസീൻ റിംഗ് വിത്ത് ഓക്സൻ ആയിരിക്കും. ആൻഡ് ഇതെന്താണ്? പൈറാൻ റിംഗ് ആണ്. എന്താണ്? പൈറാൻ റിംഗ് ആണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക. ദിസ് ഇസ് ദ ബേസിക് തിങ്. ബിക്കോസ് ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഈ ഫ്ലേവനോയിഡ്സിന്റെ പല ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഫ്ലേവനോയിഡ്സ് ആൻഡ് ഫ്ലേവനോൾസുകൾ, അങ്ങനെ പല ക്ലാസിഫിക്കേഷൻ വരുമ്പോൾ ഈ റിങ്ങിന്റെ അറ്റാച്ച്മെന്റ് എയും ബിയും സിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുമല്ലോ. പറയുന്നത് കൺഫ്യൂഷൻ ആയി പോകരുത്. അതിന് വേണ്ടിയാണ് ഈ ഒരു ക്ലാസ് ഞാൻ ആദ്യമേ പഠിപ്പിക്കുന്നത്. ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അങ്ങോട്ട് പഠിപ്പിച്ചാലും ഇല്ലെങ്കിൽ ക്ലാസ് കേട്ടതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കാര്യം ഫ്ലേവനോയിഡ്സ് ഇച്ചിരി ഒരു ടഫായ പോർഷൻ ആണ്. കാര്യം ഒരുപാട് സ്ട്രക്ചറൽ ബേസ് ചെയ്ത് പറയുന്നത് കൊണ്ട് മനസ്സിലാക്കിയെടുക്കാൻ ടഫ് ഉണ്ട്. അപ്പോൾ എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. സിയിലാണെങ്കിൽ ഓക്സിജൻ അറ്റാച്ച്ഡ് ആണ് എന്നുള്ളത് ആലോചിക്കുക. 3 കാർബൺ ആണ്, പൈറാൻ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇത്രയും ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇത് പഠിക്കാതെ അങ്ങോട്ട് പോയാൽ ഒരു ഉപയോഗം ഇല്ല എന്നുള്ളതാണ് കേട്ടോ. സോ ഇതും കൂടെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ഓർത്ത് വെക്കുക. ഗൈസ്, വെൽക്കം ടു ഇമ്പൾസ്. നമ്മൾ നോക്കാൻ പോകുന്ന ഫ്ലേവനോയിഡ്സ് ആണ് കേട്ടോ. സോ ഫ്ലേവനോയിഡ്സ് നാച്ചുറൽ കളർ കോമ്പൗണ്ട്സ് എന്ന് പറയാറുണ്ട്. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സോ നമ്മുടെ ഒരു ഹ്യൂമൻ ഡയറ്റിലൊക്കെ നമുക്ക് ഏകദേശം ഈ ഫ്ലേവനോയിഡ്സ് എന്ന് പറയുന്ന ഈ ഒരു ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ അവൈലബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. സോ പ്ലാന്റിന്റെ ഒരു സെക്കൻഡറി മെറ്റബോളൈറ്റ് തന്നെയാണ് എന്നുള്ളതാണ്. ഏകദേശം 4000 ഫ്ലേവനോയിഡ്സുകളോളം നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും ഒക്കെ ഈ ഗ്ലൈക്കോസൈഡ്സ് ഒക്കെ ഉള്ളതുപോലെ തന്നെ എന്തുണ്ട് ഫ്ലേവനോയിഡ്സും നമുക്ക് കാണാനായിട്ട് പറ്റുമെന്നുള്ളതാണ് കേട്ടോ. സോ നമുക്ക് എന്തൊക്കെയാണെന്ന് ഓരോന്നായിട്ട് നോക്കാം. കെമിക്കൽ സ്ട്രക്ചർ ഓഫ് ഫ്ലേവനോയിഡ്സ്, അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? സോ ഡൈഫിനൈൽ പ്രൊപ്പൈൻ സ്കെലിട്ടൺ ആണ് ഫ്ലേവനോയിഡ് ഉള്ളത്. അതായത് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ഫ്ലേവനോയിഡ് കൺസിസ്റ്റ് ഓഫ് എ ഡൈഫിനൈൽ പ്രൊപ്പൈൻ സ്കെലിട്ടൺ. അപ്പൊ എന്താണുള്ളത്? ഫ്ലേവനോയിഡിൽ ഡൈഫിനൈൽ പ്രൊപ്പൈൻ സ്കെലിട്ടൺ ഉണ്ട്. അതിൽ 2 ബെൻസീൻ റിംഗ് ഉണ്ട്, എയും ഉണ്ട് ബിയും ഉണ്ട്. ലിങ്ക്ഡ് ബൈ 3 കാർബൺ ചെയിൻ, 3 കാർബൺ ചെയിൻ വെച്ച് അറ്റാച്ച് ചെയ്ത ഒരു ബെൻസീൻ റിംഗ്, 2 ബെൻസീൻ റിംഗ് ഉണ്ട്. ആൻഡ് ഫ്ലേവനോയിഡ് കൺസിസ്റ്റ് ഓഫ് ഡൈഫിനൈൽ പ്രൊപ്പൈൻ സ്കെലിട്ടൺ ആണ് എന്നുള്ളതാണ്. So next one is pyran ring formation ആണ്. The 3 carbon chain form a close pyran ring. അതായത് 3 കാർബൺ ചെയിൻ എന്ത് ചെയ്യാറുണ്ട്? ഒരു ക്ലോസ് പൈറാൻ റിംഗ്, അതായത് റിംഗ് സി ഫോം ചെയ്യാറുണ്ട്. വിച്ച് ഈസ് എ ഹെട്രോസൈക്ലിക് റിംഗ് കണ്ടെയ്നിങ് ഓക്സിജൻ. അപ്പൊ എന്തൊക്കെ ഞാൻ പറഞ്ഞേ? 2 ബെൻസീൻ റിംഗ് എ ആൻഡ് ബി ഇസ് ലിങ്ക്ഡ് ബൈ 3 കാർബൺ ചെയിൻ എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അതിൽ 3 കാർബൺ ചെയിൻ എന്ത് ചെയ്യാറുണ്ട്? ക്ലോസ് പൈറാൻ റിംഗ് ഫോം ചെയ്യാറുണ്ട്, അതായത് സി ആയിട്ട് ഫോം ചെയ്യാറുണ്ട്. അത് ഒരു ഹെട്രോസൈക്ലിക് റിംഗ് ആയിരിക്കും വിച്ച് കണ്ടെയ്നിങ് ഓക്സിജൻ. ഇനി C6ന്റെ സ്ട്രക്ചറിനെ പറ്റി പറയാം. ദ അറേഞ്ച്മെന്റ് റിസൾട്ട് ഇൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് C6C3C6 സ്ട്രക്ചർ ഓൾസോ റെഫേഴ്സ് ടു ആസ് ദ ഫ്ലേവനോയിഡ് ബാക്ക് ബോൺ. അതായത് നമ്മുടെ ഈ പറഞ്ഞ സ്ട്രക്ചറിനകത്ത് C6C3C6 എന്ന് പറയുന്ന ഈ ഒരു സ്ട്രക്ചറാണ് ഫ്ലേവനോയിഡ്സിന്റെ ബാക്ക് ബോൺ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളത്. സോ ഇത് കെമിക്കൽ സ്ട്രക്ചറാണ്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒന്നും ഓർമ്മ ഇല്ലെങ്കിൽ പോലും ഈ ഡൈഫിനൈൽ പ്രൊപ്പൈൻ സ്കെലിട്ടന്റെ കാര്യം, ഈ C6C3C6ന്റെ കാര്യം കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. ബിക്കോസ് it's very very important. So next one is structural variation in flavonoids ആണ്. ഫ്ലേവനോയിഡ്സിൽ എങ്ങനെയാണ് സ്ട്രക്ചറൽ വേരിയേഷൻ വരുന്നത്? The first one is ring B attachment. അപ്പൊ നമ്മൾ ഓൾറെഡി അറിയാം 3 റിംഗ് ഉണ്ട്, എ ബി സി ഉണ്ടെന്ന് അറിയാം. ഇനി റിംഗ് ബി അറ്റാച്ച്മെന്റ് കാര്യം പറയാൻ പോകുന്നത്. The B ring can attach to position 2, 3, 4 of the C ring. So C റിംഗിന്റെ 2, 3, 4 പൊസിഷനിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ ബി റിംഗിന് അറ്റാച്ച് ചെയ്യാൻ പറ്റും, ക്രിയേറ്റിംഗ് ഡിഫറെന്റ് ഫ്ലേവനോയിഡ് സബ് ക്ലാസ്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഫ്ലേവനോയിഡിന്റെ ഡിഫറെന്റ് സബ് ക്ലാസുകൾ
ഫോം ചെയ്യുന്നത്. ഈ നെക്സ്റ്റ് വൺ ഈസ് ഹൈഡ്രോക്സിലേഷൻ പാറ്റേൺ ആണ്. വേരിയേഷൻ ഇൻ ഹൈഡ്രോക്സിലേഷൻ പാറ്റേൺ ഓൺ ഓൾ 3 റിംഗ് കോൺട്രിബ്യൂട്ട് ടു ദ ഡിവേഴ്സിറ്റി ഓഫ് ദ ഫ്ലേവനോയിഡ്. അതായത് ഈ ഫ്ലേവനോയിഡ്സിലെ 3 റിംഗ്, നമുക്ക് ടോട്ടലി 3 റിംഗിന്റെ ഈ ഒരു പാറ്റേൺ ഉണ്ടാവുമല്ലോ, അതിലുണ്ടാവുന്ന ഈ ഹൈഡ്രോക്സിലേഷൻ പാറ്റേൺ ഉണ്ടല്ലോ, അതാണ് ഈ ഫ്ലേവനോയിഡ്സിന് ഡിഫറെന്റ് ഡൈവേഴ്സിറ്റി. അല്ലെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ 14,000 ഫ്ലേവനോയിഡ്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ ഇതാണ് ഇത്ര മാറ്റങ്ങൾ ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രോക്സിലേഷൻ എന്ന പാറ്റേണിൽ ഉണ്ടാവുന്ന ഡൈവേഴ്സിറ്റി കാരണമാണ്. 2 ഗ്ലൈക്കോസിലേഷൻ ആണ്. അത് ഡിഫറെന്റ് ഗ്ലൈക്കോസിലേഷൻ പാറ്റേണും എന്ത് ചെയ്യാറുണ്ട്, ഡിഫറെന്റ് ഫ്ലേവനോയിഡ് സ്ട്രക്ചറുകൾ കാണാറുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ഈസ് ബയോളജിക്കൽ ആക്ടിവിറ്റി ആണ്. ഈ സ്ട്രക്ചറൽ ക്യാരക്ടേഴ്സിലും ഡിഫറൻസ് ഉള്ളത് കൊണ്ടും അല്ലെങ്കിൽ ഗ്ലൈക്കോസിലൈസേഷൻ പാറ്റേണും എന്ത് ചെയ്യാറുണ്ട്, ബയോളജിക്കൽ ആക്ടിവിറ്റി ഓഫ് ഫ്ലേവനോയിഡ്സ് ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. ബേസിക്കലി ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. ഇതിലും അറ്റ്ലീസ്റ്റ് 2-3 പോയിന്റ്സ് പഠിച്ചു വെക്കാം, ബിക്കോസ് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഫ്ലേവനോയിഡ്സ് വേണമെങ്കിൽ എടുത്ത് നോക്കാം. ആൽക്കലോയിഡോ ഗ്ലൈക്കോസൈഡ് പോലെ തന്നെ ഫ്ലേവനോയിഡ്സ് എടുത്ത് തന്നെ വേണമെങ്കിൽ ചോദിക്കാം എന്നുള്ളതാണ്. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ഫ്ലേവനോയിഡ്സ് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് ഐസോ ഫ്ലേവിൻസ് ആണ്. ബി റിംഗ് ലിങ്ക് ടു പൊസിഷൻ 3 ഓഫ് സി റിംഗ്. എന്താണ് ചെയ്യുന്നത്, ബി റിംഗ് എന്ത് ചെയ്യുന്നു, പൊസിഷൻ ഓഫ് 3 ഓഫ് സി റിംഗിലേക്ക് അറ്റാച്ച് ചെയ്യുന്നു. ആൻഡ് നിയോ ഫ്ലേവിൻസ് ഉണ്ട്, ബി ലിങ്ക് ടു പൊസിഷൻ ഓഫ് 4 ഓഫ് ദി സി റിംഗ്. ആൻഡ് ഫ്ലേവനോയിഡ്സ് ഉണ്ട്, ഡബിൾ ബോണ്ട് ബിറ്റ്വീൻ position 2 and 3 skeleton in the position of 4. And flavonoids ഉണ്ട്, similar to flavonoid with the hydroxyl group in the position 3. And other subgroup ഉണ്ട്, flavonoids and anthocyanin and calocones ആണ്. സോ ബേസിക്കലി നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഇതിനകത്ത് ഈ ഒരു ബോണ്ടിന്റെ അറ്റാച്ച്മെന്റ് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് ഈ പേരുകളെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. സോ ഇതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫ്ലേവനോയിഡ്സ് പറഞ്ഞാൽ. സോ ഇനി ഫ്ലേവോൺസിന്റെ സ്ട്രക്ചറും ക്യാരക്ടേഴ്സും പറയാം. ഫ്ലേവോൺസ് ആണ് കേട്ടോ, നമ്മൾ ഇതിനകത്ത് ഓരോന്നിനും എടുത്ത് വെച്ച് പറയാൻ പോവാണ്. സോ ഫ്ലേവോൺസിന്റെ സ്ട്രക്ചറും ക്യാരക്ടേഴ്സും പറയാം. ഇത് ഡബിൾ ബോണ്ട് ആണ്. ഫ്ലേവോൺസ് ഹാസ് എ ഡബിൾ ബോണ്ട് ബിറ്റ്വീൻ പൊസിഷൻ 2 and 3 ഓഫ് ദ റിംഗ്. അപ്പോൾ എന്താണ് ഫ്ലേവോൺസ് എന്ന് വെച്ചാൽ ഡബിൾ ബോണ്ട് ഉണ്ട് ബിറ്റ്വീൻ പൊസിഷൻ 2 and 3 ഓഫ് ദ സി റിംഗ് ആണ്. പിന്നെ കീറ്റോൺ ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ, ഒരു കീറ്റോൺ ഗ്രൂപ്പ് പൊസിഷൻ 4 ഓഫ് ദ സി റിംഗിൽ പ്രസന്റ് ആണ്. ഹൈഡ്രോക്സിലേഷന്റെ കാര്യം പറയുവാണെങ്കിലും ഇവിടെയും വെജിറ്റബിളും ഫ്രൂട്ട്സിലും ഹാവ് എ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഇൻ ദ പൊസിഷൻ 5 ഓഫ് എ റിംഗ്. ആൻഡ് മോഡിഫിക്കേഷൻ പറയുകയാണെങ്കിലോ ഗ്ലൈക്കോസിലേഷൻ occurs primary on the position 5 and 7. 5-ലും 7-ലുമാണ് എന്ത് ചെയ്യുന്നത്, ഗ്ലൈക്കോസിലേഷൻ നടക്കുന്നത്. വൈൽ മെത്തിലേഷൻ ആൻഡ് അസിറ്റൈലേഷൻ occurs on the hydroxyl group of the B ring. അപ്പോൾ മെത്തിലേഷൻ അസിറ്റൈലേഷൻ അവിടെ നടക്കുന്നു, occurs on the hydroxyl group of the B ring ആണ്. സോ കുറച്ചൊന്ന് പഠിച്ചെടുക്കാൻ ഇത് പാടാണ്, കാര്യം നമുക്ക് ഈ സ്ട്രക്ചറൊക്കെ പറയുമ്പോൾ കുറച്ച് കൺഫ്യൂസ് ആയി പോകും. നിങ്ങളൊന്ന് വരച്ചോ എന്തെങ്കിലുമൊക്കെ വെച്ച് ഒരു ഷോർട്ട് ഫോം ആക്കി തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഇനി ഫ്ലേവേഴ്സ് ഓൺ സിമിലാരിറ്റി ആൻഡ് ഡിഫറൻസ് ആണ്. സോ ഫ്ലേവേഴ്സിൽ എന്താണ് സിമിലാരിറ്റി, എന്താണ് ഡിഫറൻസ്? ദ ഫസ്റ്റ് വൺ ഈസ് സ്ട്രക്ചറൽ സിമിലാരിറ്റി. ഫ്ലേവേഴ്സ് നമ്മളെ ഫ്ലേവനോയിഡ്സ് പോലെ തന്നെ എന്ത് ചെയ്യാറുണ്ട്, സ്ട്രക്ചറൽ സിമിലാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. വൺ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിന്റെ കാര്യം പറയാം. ദേ ഹാവ് എൻ അഡീഷണൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഇൻ ദ പൊസിഷൻ 3 ഓഫ് ദ സി റിംഗ്. അപ്പം എന്താണ്, 3 ഓഫ് ദ സി റിംഗിൽ അഡീഷണൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ ഗ്ലൈക്കോസിലേഷൻ ആണ്. ദ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഇൻ ദ പൊസിഷൻ 3 ക്യാൻ ഓൾസോ ബി ഗ്ലൈക്കോസിലേറ്റഡ്. എവിടെയാണ്, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ 3-ലും എന്ത് ചെയ്യാറുണ്ട്, ഗ്ലൈക്കോസിലേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഡൈവേഴ്സിറ്റി പറയാം. ഫ്ലേവനോയിഡ്സ് ആർ ഹൈലി ഡൈവേഴ്സ് ഇൻ മെത്തിലേഷൻ ഹൈഡ്രോക്സിലേഷൻ പാറ്റേൺ. സോ നമുക്കതിന് ജനറൽ ക്യാരക്ടേഴ്സ് നമ്മൾ പറയുന്നുണ്ട്, അത് തന്നെ പഠിച്ചെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതെങ്കിലും അറ്റ്ലീസ്റ്റ് പഠിച്ചു വെക്കാം. സോ ഫ്ലേവനോൾസും ആൻഡ് ഫ്ലേവനോൺസിന്റെയും എന്താണ് രണ്ടിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും പറയുവാണ്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇതെങ്കിലും പഠിക്കാം. ഇത് ഇത്രയും പഠിക്കാൻ പറ്റില്ലെങ്കിൽ ഇതെങ്കിലും പഠിക്കാം. സീറിങ്ങും പൊസിഷൻ 2 to 3-ന്റെയും പൊസിഷൻ 3-ന്റെയും സബ്സ്റ്റിറ്റ്യൂഷനെയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് സിംഗിൾ ബോണ്ട് ആണോ അല്ലെങ്കിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതെങ്കിലും അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യാൻ നിങ്ങൾ പഠിക്കുക, ബിക്കോസ് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഐസോ ഫ്ലേവോൺസും നിയോ ഫ്ലേവോൺസും ആണ്. ഐസോ ഫ്ലേവോൺസ് ആണെങ്കിൽ ബീറിംഗ് അറ്റാച്ച് ടു പൊസിഷൻ 3 ഓഫ് ദി സീറിംഗ്. എങ്ങനെയാണ്, ബീറിംഗ് അറ്റാച്ച് ടു ദ പൊസിഷൻ ഓഫ് 3 ഓഫ് ദി സീറിംഗ്. സ്ട്രക്ചർ സിമിലാരിറ്റി ടു എസ്ട്രോജൻ, ഓൾസോ കോൾഡ് 5 to എസ്ട്രോജൻ. അപ്പം സ്ട്രക്ചറൽ സിമിലാരിറ്റി എസ്ട്രോജൻ ആയിട്ട് ഉണ്ട്, അതുകൊണ്ട് തന്നെ 5 to എസ്ട്രോജൻ എന്നും പറയാറുണ്ട്. ആൻഡ് നിയോ ഫ്ലേവനോയിഡ്സ് ഉണ്ട്, ബീറിംഗ് അറ്റാച്ച് ടു പൊസിഷൻ 4 ഓഫ് ദ സീറിംഗ്. ബീറിംഗ് എന്താണ്, 4 ഓഫ് ദ സീറിംഗിലേക്ക് അറ്റാച്ച് ചെയ്യുന്നു. ലെസ് കോമൺ ദാൻ ഐസോഫ്ലേവൻസ്. ഐസോഫ്ലേവനേക്കാളും ലെസ് കോമൺ ആണ് എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഫ്ലേവോൺസ് കെറ്റച്ചിൻ ആൻഡ് പ്രോ ആൻഡോ സയനൈഡ്സ് ആണ്. സോ ഇതെല്ലാ ക്ലാസിഫിക്കേഷൻ നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ നോമൻക്ലേച്ചർ പറയുവാണെങ്കിൽ ഓൾസോ കോൾഡ് എസ് ഫ്ലേവിൻ,
3 ols or cation due to hydroxyl group on the position 3 of the ring. So hydroxyl group position 3 of the ring ഉള്ളത് കൊണ്ട് തന്നെ ഫ്ലേവൻസ് 3 ഓൾ എന്നോ അല്ലെങ്കിൽ കറ്റച്ചിൻസ് എന്നോ പറയാറുണ്ട് എന്നുള്ളതാണ്. സ്റ്റീരിയോ ഐസോമറിസം പറയുവാണെങ്കിൽ 4 പോസിബിൾ ഡയസ്റ്റോമറിസം നമുക്കിവിടെ കാണാൻ പറ്റും. ഒന്നും കൂടെ പറയാം, 4 പോസിബിൾ ഡയസ്റ്റോമറിസം കാണാൻ പറ്റും. എവിടേക്കാണ്? എപ്പിക്കറ്റച്ചിൻ, പിന്നെ കറ്റച്ചിൻ ആൻഡ് കറ്റച്ചീൻ ആയിട്ട് കാണാൻ പറ്റും, ആൻഡ് എപ്പിക്കറ്റച്ചിൻ ആയിട്ട് കാണാൻ പറ്റാറുണ്ട് എന്നുള്ളതാണ്. ആൻഡ് പ്രോ ആന്തോസൈനൈഡ്സ് ഉണ്ട്. ഫ്ലേവനോയിഡ്സ് ക്യാൻ ഫോം പോളിമർ കോൾഡ് പ്രോ ആന്തോസൈനൈഡിൻസ് ആണ്. അപ്പോൾ ഫ്ലേവനോയിഡ്സ് എന്ത് ചെയ്യാൻ പറ്റും? പോളിമേഴ്സിലേക്ക് പ്രോ ആന്തോസൈനൈഡിൻസിനായിട്ട് മാറാനായിട്ട് പറ്റും. അല്ലെങ്കിൽ കണ്ടൻസ്ഡ് ടാനിൻസ് കണ്ടെയ്ൻ 2 to 60 മോണോമേഴ്സ് ആയിട്ട് നിൽക്കാൻ പറ്റും. എന്ത് ചെയ്യുന്നുണ്ട്? കണ്ടൻസ്ഡ് ടാനിൻസ് കണ്ടെയ്നിങ് 2 to 16 മോണോമേഴ്സ് പ്രോ ആന്തോസൈനൈഡിൻസ് ആണ്. സോ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി ഉണ്ട്. മോണോമറിക് ആൻഡ് ഒലിഗോറിക് ഫ്ലേവേഴ്സ് 2 to 7 മോണോമേഴ്സ് ആർ സ്ട്രോങ് ആന്റി ഓക്സിഡന്റ്. അപ്പോൾ എന്താണ്? നമുക്ക് ഈ ഫ്ലേവനോയിഡ്സിനകത്ത് 2 മുതൽ 7 മോണോമേഴ്സ് ആണ് കാണുന്നതെങ്കിൽ അത് സ്ട്രോങ് ആന്റി ഓക്സിഡൻസ് ആണ്. എനിക്കറിയാം കുറച്ചൊരു കൺഫ്യൂഷൻ ആണ്, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിത് പഠിച്ചല്ലേ പറ്റുള്ളൂ അല്ലേ? സോ നെക്സ്റ്റ് വൺ ഈസ് ആന്ത്രോസൈനഡിൻസ് ആൻഡ് ആന്ത്രോസൈനിൻസ് ആണ്. സോ കെമിക്കൽ നേച്ചറിൽ പറയുവാണെങ്കിൽ ആന്ത്രോസൈനഡിൻസും ഫ്ലേവിയൽ കാറ്റ്യൂൺസും ജനറലി പ്രസന്റ് ഇൻ ക്ലോറൈഡ് സോൾട്ട്, നമ്മുടെ ക്ലോറൈൽ സോൾട്ട് ഇല്ലേ, അതിലൊക്കെ നോർമലി കാണാറുണ്ട്. പിന്നെ പ്ലാൻ കോറിലേഷൻ പറയാം. ദ ഓൺലി ഗ്രൂപ്പ് ഓഫ് ഫ്ലേവനോയിഡ് ദാറ്റ് ഗിവ് പ്ലാൻ കളർ ടു ഓൾ അതേഴ്സ് ആർ കളർലെസ്. അപ്പം പ്ലാന്റിന് കളർ കൊടുക്കുന്നതിന് കാരണമാകുന്ന ഒരു കെമിക്കൽ നേച്ചറുള്ള അല്ലെങ്കിൽ കെമിക്കൽ കോമ്പൗണ്ട് ആണ്. ആന്ത്രോസൈനൻസിന്റെ കാര്യം പറയുവാണെങ്കിൽ ഗ്ലൈക്കോസൈഡ്സ് ഓഫ് ആന്ത്രോസൈനഡിൻസ് വിച്ച് ഷുഗർ യൂണിറ്റ് ബൗണ്ട് മോസ്റ്റ്ലി ടു പൊസിഷൻ 3 ഓഫ് ദ സി കാർബൺ. സോ എവിടെയാണ്? പൊസിഷൻ 3 ഓഫ് ദ സി കാർബണിലാണ് ഷുഗർ യൂണിറ്റ്സ് മിക്കവാറും അറ്റാച്ച് ചെയ്യേണ്ടാവുക. കളർ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ലൈക്ക് ആന്ത്രോസൈനൻസ് ഡിപ്പെൻഡിങ് അപ്പോൺ pH ആണ് കാണുക. മെത്തലേഷൻ, അസറ്റിലേഷൻ ഒക്കെ അറ്റ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഓൺ എ ആൻഡ് ബി റിങ്സിലാണ് നോർമലി എന്ത് ചെയ്യുക? ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിന്റെ അസറ്റിലേഷൻ നടക്കുക എന്നുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല pH ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് കളറിന്റെ വേരിയേഷൻസിൽ മാറ്റം വരുന്നു എന്നുള്ളതാണ് കേട്ടോ. സോ ഇച്ചിരി കൺഫ്യൂസിങ് ആണ് എനിക്കറിയാം. സോ നെക്സ്റ്റ് വൺ ഈസ് കാലക്കോൺസ് ആണ്. ഓപ്പൺ സ്ട്രക്ചർ ഫ്ലേവനോയിഡ്സ് എന്ന് പറയും കാലക്കോൺസ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓപ്പൺ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ കാലക്കോൺസും ഡൈഹൈഡ്രോ കാലക്കോൺസും ഓപ്പൺ സ്ട്രക്ചർ ആണ്. ലൈക്ക് മറ്റുള്ളത് പോലെ അല്ലെങ്കിൽ മറ്റുള്ള ഫ്ലേവനോയിഡ്സ് പോലെ അല്ല. ക്ലാസിഫിക്കേഷൻ പറയുവാണെങ്കിൽ ദേ ആർ ക്ലാസിഫൈഡ് ആസ് ഫ്ലേവനോയിഡ്സ് ഡ്യൂ ടു സിമിലർ സിന്തറ്റിക് പാത്വേ. അതായത് സിമിലർ സിന്തറ്റിക് പാത്വേ ആയതുകൊണ്ട് നമ്മൾ അതിനെന്താ പറയുന്നത്? ഫ്ലേവനോയിഡ്സ് തന്നെയാണ് പറയുന്നത്. സ്ട്രക്ചറൽ യുണീക്നെസ് ഉണ്ട്. ഓപ്പൺ സ്ട്രക്ചർ നമുക്ക് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റും മറ്റുള്ള ഫ്ലേവനോയിഡ്സോ അല്ലെങ്കിൽ അതിന്റെ സബ് ഗ്രൂപ്പ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഓപ്പൺ സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തിരിച്ചറിയാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഇതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. സോ കെമിക്കൽ ടെസ്റ്റ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഷിനോഡ ടെസ്റ്റ് ഉണ്ട്. 95% ഓഫ് എത്തനോളും പിന്നെ കോൺസെൻട്രേറ്റ് HCl-ഉം മെഗ്നീഷ്യവും കൂടെ ആഡ് ചെയ്ത് ഡ്രൈ പൗഡറോ അല്ലെങ്കിൽ എക്സ്ട്രാക്റ്റോ ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ പിങ്ക് കളർ കിട്ടും. ഒന്നും കൂടെ പറയാം, 95% ഓഫ് എത്തനോൾ, കോൺസെൻട്രേറ്റ് HCl, മെഗ്നീഷ്യവും ആഡ് ചെയ്ത് ഡ്രൈ പൗഡറോ അല്ലെങ്കിൽ എക്സ്ട്രാക്റ്റോ സാമ്പിളും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ പിങ്ക് കളർ. പിന്നെ ലെഡ് അസിഡ് ടെസ്റ്റ് ആണ്. ലെഡ് അസിഡ് സൊല്യൂഷൻ ചെറിയ ക്വാണ്ടിറ്റി ഓഫ് റെസിഡ്യൂവലിലേക്ക് നമ്മൾ ആഡ് ചെയ്യുവാണെങ്കിൽ യെല്ലോ കളർ പ്രസിപ്പിറ്റേറ്റ് കിട്ടും. അത് കുറച്ച് സാമ്പിൾ എടുക്കുക, കുറച്ച് ലെഡ് അസിഡ് സൊല്യൂഷനിലേക്ക് യെല്ലോ കളർ കിട്ടും കേട്ടോ. സോ നെക്സ്റ്റ് വൺ സോഡിയം ഹൈഡ്രോക്സൈഡ് ടെസ്റ്റ് ആണ്. ആഡ് ഇൻക്രീസിങ് എമൗണ്ട് ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് ടു റെസിഡ്യൂൽ കുറച്ചുണ്ടാവും. ഒഴിച്ച് കൂട്ടി കൊണ്ടുവരിക. യെല്ലോ ഒബ്സർവേഷൻ അല്ലെങ്കിൽ യെല്ലോ കളർ നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ അത് എന്ത് ചെയ്യുന്നു? നമ്മൾ ആസിഡ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഡീകളറൈസ് ചെയ്യുന്നത് നശിച്ചങ്ങ് പോകുന്നു, അല്ലെങ്കിൽ കളർ ബാക്കിലേക്ക് പോകുന്നു എന്നുള്ളതാണ് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഇസ് വോളറ്റൈൽ ഓയിൽ ആണ്. എന്താ വോളറ്റൈൽ ഓയിൽ? ഓർഡർലെസ് വോളറ്റൈൽ പ്രിൻസിപ്പിൾ ഫ്രം പ്ലാന്റ് ആൻഡ് അനിമൽ സോഴ്സ്. ഇറ്റ് ഓൾസോ കോൾഡ് എഥീറൽ ഓർ എസെൻഷ്യൽ ഓയിൽ. അപ്പോൾ നമ്മൾ ഈ വോളറ്റൈൽ ഓയിൽ നമ്മൾ എന്താ പറയാന്ന് വെച്ചാൽ ഒന്നുകിൽ എസെൻഷ്യൽ ഓയിൽ അല്ലെങ്കിൽ എഥീറൽ എന്ന് പറയാറുണ്ട്. പ്ലാന്റിൽ നിന്നും ആനിമലിൽ നിന്നും കിട്ടുന്ന വോളറ്റൈൽ പ്രിൻസിപ്പിൾ ഉള്ള ഓർഡർസ് അല്ലെങ്കിൽ മണമുള്ള ഒരു സാധനമാണ് എന്ത്? വോളറ്റൈൽ ഓയിൽ എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ കെമിക്കൽ കമ്പോസിഷൻ പറയുവാണെങ്കിൽ ഡിറൈവ്ഡ് ഫ്രം ടെർപീൻസിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ദിയർ ഓക്സിജനേറ്റ് ഡെറിവേറ്റീവ് മെയിൻലി മോണോ, സെസ്ക്യൂ, ഡൈടെർപീൻസ്. അപ്പോൾ എന്തുണ്ട്? മെയിൻലി മോണോ ഉണ്ട്, സെസ്ക്യൂ ഉണ്ട്, ഡൈടെർപീൻസ് ആയിട്ട് നമ്മളിതിനെ ഫെർദർലി കെമിക്കൽ കമ്പോസിഷൻ അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സോലബിലിറ്റി പറയുവാണെങ്കിൽ സോലബിൾ ഇൻ ആൽക്കഹോൾ ആണ്, ഈതറുണ്ട്, ലിപ്പിഡ് സോൾവെന്റ് ആണ്, ഇൻസോലബിൾ ഇൻ വാട്ടർ ആണ്. ശ്രദ്ധിക്കണേ, ഇൻസോലബിൾ ഇൻ വാട്ടർ ആണ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് പറയുവാണെങ്കിൽ വെള്ളത്തിനേക്കാൾ ജനറലി ലൈറ്റ് ആണ്, വിത്ത് ക്യാരക്ടറിസ്റ്റിക് ഓർഡർ ആൻഡ് ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഒരു ക്യാരക്ടറിസ്റ്റിക് ഓർഡർ എന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു മണം ഉണ്ടാവും കേട്ടോ. അത് മാത്രമല്ല റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വളരെ കൂടുതലായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? വോളറ്റൈൽ പ്രിൻസിപ്പിൾ ഫ്രം പ്ലാന്റ് ആൻഡ് അനിമൽ സോഴ്സ് കോൾഡ് എഥിറൽ
നാച്ചുറൽ ഓർ എസെൻഷ്യൽ ഓയിൽ ആണെന്ന് പറഞ്ഞു. മെയിൻലി മോണോസെസ്ക്യൂ ഡൈറ്റർപിൻസ് ഉണ്ടാകും, ഇൻസോൾബൻ വാട്ടർ ആണെന്നുള്ളത് പറഞ്ഞു, വെള്ളത്തിനേക്കാൾ ലൈറ്റർ ആണ്, ആൻഡ് കാസ്ട്രിക് ഓർഡർ ഉണ്ടാവും, ആൻഡ് ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും. സോ ഐസൊലേഷൻ മെത്തേഡ് ഓഫ് വോളറ്റൈൽ ഓയിൽ നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് ഐസൊലേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ബേസിക്കലി ഐസൊലേഷൻ ഡിസ്റ്റിലേഷൻ വഴിയാണ് കോമൺലി നമ്മൾ ചെയ്ത് കാണാറുള്ളത്. അത് ഹൈഡ്രോ ഡിസ്റ്റിലേഷൻ ആണ്. ഇൻക്ലൂഡ് വാട്ടർ ഡിസ്റ്റിലേഷൻ ചെയ്യാറുണ്ട്, സ്റ്റീം ഡിസ്റ്റിലേഷൻ ചെയ്യാറുണ്ട്. സോ നമ്മൾ സ്റ്റീം ഡിസ്റ്റിലേഷൻ ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ റിമൂവ് ചെയ്യാം. ഇത് മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻസും കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ചോദിച്ച് കാണാറുണ്ട് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് എൻഫ്ലൂറേജ് ആണ്. അതായത് ഡെഡിക്കേറ്റഡ് പെർഫ്യൂം ഇൻവോൾവിംഗ് അബ്സോർപ്ഷൻ ഓഫ് വോളറ്റൈൽ ഓയിൽ ഇൻ ടു ഫാറ്റി മെറ്റീരിയൽ ഫ്രം ഫ്ലവർ പെറ്റൽസ്. അതായത് നമ്മൾ ഈ ഒരു വോളറ്റൈൽ ഓയിൽ കൂടുതലായിട്ട് ചില സമയത്ത് ഉപയോഗിച്ച് കണ്ടുവരാനുള്ളത് പെർഫ്യൂംസിലാണ്. അപ്പോൾ അത് ഈ ഫ്ലവേഴ്സിലും അല്ലെങ്കിൽ അതിലൊക്കെ ഉണ്ടാവുന്ന സാധനങ്ങൾ നമ്മൾ എടുക്കുന്ന ഐസൊലേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എൻഫ്ലൂറേജ്. സോ ഇതിലൂടെ എക്സ്പ്ലെയിൻസ് നമ്മുടെ റെഫറൻസ് നോട്ട് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അത് അത്ര ആവശ്യമല്ല, നമുക്ക് അത്ര എഴുതേണ്ട ആവശ്യമില്ല, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രം മതി. സോ നെക്സ്റ്റ് വൺ ഈസ് എക്യുലി മെത്തേഡാണ്. ഇവിടെ സിട്രസ് ഓയിൽ യൂസ്ഡ് ഫോർ സിട്രസ് ഓയിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്, ഇൻവോൾവിംഗ് മെക്കാനിക്കൽ റപ്ചർ ഓഫ് ഓയിൽ സെൽസ് റപ്ചർ ചെയ്തുകൊണ്ട് നമ്മൾ ഡയറക്ട്ലി ഐസൊലേറ്റ് ചെയ്യുന്ന രീതിയാണ് എന്ത് എസ്യുഎൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ. സോ നെക്സ്റ്റ് വൺ ഈസ് CO2 എക്സ്ട്രാക്ഷൻ ആണ്. യൂസ്ഡ് ലിക്വിഡ് CO2 പ്രഷർ കൊടുത്തുകൊണ്ട് നമ്മൾ ഈ സോൾവെന്റിനെ എക്സ്ട്രാക്ട് ചെയ്യുന്ന രീതിയാണ് CO2 എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഹൈഡ്രോ ഡിസ്റ്റിലേഷൻ വഴി ചെയ്യുന്നു, എൻഫ്ലൂറേജ് പറഞ്ഞാൽ പെർഫ്യൂമിന് വേണ്ടി ചെയ്യുന്നതാണ്, ആൻഡ് എന്യൂലി മെത്തേഡ് പറഞ്ഞു, അത് സിട്രസ് ഓയിലിന് വേണ്ടി ചെയ്യുന്നതാണ്. CO2 എക്സ്ട്രാക്ഷൻ പറഞ്ഞു, CO2 ലിക്വിഡിൽ നമ്മൾ അണ്ടർ പ്രഷർ കൊടുത്ത് ചെയ്യുന്ന രീതിയാണെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ടൈപ്പ് ആൻഡ് യൂസ് ഓഫ് വോളറ്റൈൽ ഓയിൽ ഉണ്ട്. ടൈപ്പ് ബേസ്ഡ് ഓൺ കെമിക്കൽ നേച്ചറിൽ നമ്മൾ ആൽഡിഹൈഡ് വോളറ്റൈൽ ഓയിൽ, ആൽക്കഹോൾ വോളറ്റൈൽ ഓയിൽ, എസ്റ്റർ വോളറ്റൈൽ ഓയിൽ, ഹൈഡ്രോ കാർബൺ വോളറ്റൈൽ ഓയിൽ എന്നൊക്കെ പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. യൂസ് ബേസിക്കലി ഫ്ലേവറിംഗ്, പെർഫ്യൂമിംഗ് ഏജന്റ്, മെഡിസിനൽ യൂസ് ഉണ്ട് കേട്ടോ, കാർബണേറ്റീവ് ഒക്കെയാണ് ചില സമയങ്ങളിൽ. സിന്തസിസ് ഓഫ് വൈറ്റമിൻ, സിട്രാലും വൈറ്റമിൻ എ ഒക്കെ സിന്തസൈസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഹൈ പ്രൈസ്ഡ് പെർഫ്യൂംസിലെല്ലാം ഉണ്ടാകുന്നതാണ് ടേർപ്പൻലെസ് വോളറ്റൈൽ ഓയിലാണ്. ഈ മണമൊക്കെ ഇങ്ങനെ നന്നായിട്ട് നിൽക്കാൻ വേണ്ടി ചെയ്യുന്നത് നമ്മൾ വോളറ്റൈൽ ഓയിൽ പെർഫ്യൂംസിൽ യൂസ് ചെയ്യുകയാണ് നോർമലി ചെയ്യാറുള്ളത്. സോ ഇത്രയേ ഉള്ളൂ. ഒരു ഫെർദർ എക്സ്പ്ലേഷൻ വേണമെങ്കിൽ നമ്മുടെ റെഫറൻസ് നോട്ട് നോക്കാം. എനിക്കറിയാം ഇതിനകത്ത് ഫ്ലേവനോട്ട്സ് ഇച്ചിരി ടഫാണ്, നിങ്ങൾക്ക് പഠിക്കുന്ന കുറച്ച് ബുദ്ധിമുട്ട് വരും ആ ഒരു റിങ്ങിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ. ബാക്കി എല്ലാം എളുപ്പമാണ്. സോ നന്നായിട്ട് വായിക്കുക, റെഫറൻസ് നോട്ട് വായിക്കുക. അപ്പോൾ നെക്സ്റ്റ് കാണാം. താങ്ക് യു.